പടിയൂരിൽ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട അമ്മയുടെയും മകളുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. ഇരുവരെയും കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയെന്ന് റിപ്പോർട്ട്. മാള പട്ടാളപ്പടി കൂനമ്പറമ്പ് റോഡ് തകർച്ചയിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്. മാള യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഭിപ്രസാദിന്റെ നേതൃത്വത്തിൽ നിൽപ്പ് സമരം. രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്നു. രാജ്യത്തെ ആകെ സജീവ കോവിഡ് കേസുകളുടെ എണ്ണം 5000 കടന്നു. കേരളത്തിൽ 1679 സജീവ കേസുകൾ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. പടിയൂരിൽ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട അമ്മയുടെയും മകളുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. ഇരുവരെയും കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ട്. രേഖയുടെ മരണത്തിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് അമ്മ മണിയുടെ മരണം. പടിയൂരിൽ ആദ്യം മരിച്ചത് രേഖയാണ്. കഴുത്തിൽ കൈകൊണ്ട് ഞെക്കി പിടിച്ചതിന്റെ സൂചനകളുണ്ട്. രേഖയുടെ മരണത്തിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് അമ്മ മണിയുടെ മരണം. അവരും ശ്വാസം മുട്ടിയാണ് മരിച്ചത്. 6 വാരിയലുകൾക്ക് പരിക്കുണ്ട്. ഇത് സാരമായ പരിക്കുകളാണെങ്കിലും ബലപ്രയോഗം നടന്നതിന്റെ സൂചനകളുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കാറളം വെള്ളാനി കൈതവളപ്പിൽ പരേതനായ പരമേശ്വരന്റെ ഭാര്യ മണി, മകൾ രേഖ എന്നിവരെ വീടിനകത്ത് മരിച്ച നിലയിൽ രേഖയുടെ സഹോദരി കണ്ടെത്തുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് രേഖയുടെ 2ാം ഭർത്താവ് പ്രേംകുമാർ ഒളിവിലാണ്. കനത്ത മഴ പെയ്ത ദിവസമാണ് കൊലപാതകം സംഭവിച്ചതെന്നാണ് കരുതുന്നത്. യാതൊരുവിധ ബഹളങ്ങളും കനത്ത മഴയുടെ ശബ്ദത്തിൽ അയൽവാസികൾ അറിഞ്ഞില്ല. ആദ്യ ഭാര്യയെ കൊന്നത് കഴുത്തറുത്താണെങ്കിൽ 2ാം ഭാര്യയെയും ഭാര്യ മാതാവിനെയും കൊന്നത് കഴുത്ത് ഞെരിച്ചാണെന്ന് ഇതോടെ വ്യക്തമായി. രേഖയുടെ സ്വഭാവത്തെ വിമർശിച്ചിട്ടുള്ളതും ഇവൾ കൊല്ലപ്പെടേണ്ടവൾ എന്നുള്ള സൂചനയും നൽകുന്ന കത്താണ് മൃതദേഹങ്ങൾക്കരികിൽ നിന്ന് ലഭിച്ചത്. ഇത് മരണം കൊലപാതകമാണെന്ന നിഗമനത്തിലെത്താൻ പോലീസിന് നിർണായകമായി. ഈ കത്ത് പ്രേംകുമാർ എഴുതിയതാണെന്നാണ് കരുതുന്നത്. രേഖയും പുരുഷ സുഹൃത്തും തമ്മിലുള്ള ചിത്രങ്ങൾ മരിച്ച രേഖയുടെ മൃതദേഹത്തിലെ വസ്ത്രത്തിൽ ഒട്ടിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. രേഖയുടെ ആദ്യ വിവാഹ ചിത്രവും പ്രേംകുമാറുമായുള്ള വിവാഹ ചിത്രവും രേഖയുടെ സുഹൃത്തായ അധ്യാപകന്റെ ചിത്രവുമാണ് കുത്തിവച്ചിരിക്കുന്നത്. വീട്ടിലെ പിൻവാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. ഇതുവഴിയാണ് പ്രതി വീട്ടിൽ കടന്നതും കൃത്യം നടത്തിയ ശേഷം പോയതുമെന്നാണ് കരുതുന്നത്. പ്രേംകുമാറിനൊപ്പം ജീവിക്കാൻ കഴിയില്ലെന്ന് രേഖ പോലീസിൽ അറിയിച്ചിരുന്നു. ഇത് സംശയങ്ങൾക്ക് ആക്കം കൂട്ടി. രേഖയുടെ സ്വഭാവത്തിലെ അസ്വാഭാവികതയാണ് പ്രതിയെ ഇത്തരം കൃത്യത്തിന് മുതിരാൻ ഇടയാക്കിയതെന്നാണ് സൂചന. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലും പിന്നീട് വളപട്ടണത്തും പ്രേംകുമാർ എത്തിയതായി സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. സുഹൃത്തായ അധ്യാപകനുമായി രേഖയ്ക്ക് വഴിവിട്ട ബന്ധമുണ്ടായിരുന്നതായി പ്രതി സംശയിച്ചിരുന്നു. രേഖ തന്നെ ഉപേക്ഷിക്കുമെന്ന സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. മീഡിയ ടൈം, ഇരിഞ്ഞാലക്കുട. മാള പട്ടാളപ്പടി കൂനമ്പറമ്പ് റോഡ് തകർച്ചയിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്. മാള യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഭിപ്രസാദിന്റെ നേതൃത്വത്തിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. കാൽനട യാത്ര പോലും അസാധ്യമായ നിലയിൽ റോഡ് തകർന്നിട്ടും മാള പഞ്ചായത്ത് ഭരണസമിതി കാഴ്ചക്കാരായെന്നാണ് യൂത്ത് കോൺഗ്രസ് ആരോപണം. കാലങ്ങളായി വാഹന ഗതാഗതത്തിനും കാൽനടയാത്രയ്ക്ക് പോലും പറ്റാത്ത അവസ്ഥയായിട്ടും മാള പട്ടാളപ്പടി കൂനമ്പറമ്പ് റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത LDF പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ മാള യൂത്ത് മണ്ഡലം പ്രസിഡന്റ് അഭിപ്രസാദിന്റെ നേതൃത്വത്തിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. നിരവധി വാഹനങ്ങൾ കടന്നു പോകേണ്ട ഏറ്റവും സുപ്രധാനമായ പഞ്ചായത്ത് റോഡിന്റെ അവസ്ഥ അതിദയനീയമാണ്. നിരവധി കുഴികളാണ് റോഡിലുള്ളത്. ഇരുചക്ര വാഹനങ്ങൾ കുഴികളിൽ വീണ് അപകടങ്ങൾ ഉണ്ടാകുന്നത് പതിവാവുകയാണ്. അടിയന്തരമായി റോഡ് പുനർനിർമ്മാണം നടത്തണം എന്നാവശ്യപ്പെട്ട് നടത്തിയ നിൽപ്പ് സമരം മാള ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ജോഷി കാഞ്ഞുത്തറ ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ സംസ്ഥാനം ഭരിക്കുന്നതും ഇടതുപക്ഷമാണ്. സംസ്ഥാനവും ജില്ലയും, ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും മാള പഞ്ചായത്തും ഇവർ ഭരിക്കുമ്പോൾ ഈ റോഡിൻ്റെ ഈ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കാൻ സാധിക്കില്ലെങ്കിൽ ആ ഭരണസമിതി പിന്നെ ആ ഭരണത്തിൽ തുടരുന്നത് ശരിയാണോ എന്നാണ് നമുക്ക് ഈ ജനങ്ങളും ഞങ്ങളുമെല്ലാം അവരോട് തന്നെ ചോദിക്കുന്നത്. അവർക്കതിന് സാധിക്കില്ലെങ്കിൽ അത് സ്ഥാനമൊഴിഞ്ഞു വെച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളോട് അവർ എടുത്തിരിക്കുന്ന നിലപാട് ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന അവസ്ഥയിലാണ് ഇന്നത്തെ റോഡ് കിടക്കുന്നത്. ഇന്നിവിടെ ഒരു വാഴ നട്ട് കഴിഞ്ഞ ദിവസം ഇവിടുത്തെ റെസിഡൻഷ്യൽ അസോസിയേഷൻ ഒരു രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ അവർ യോഗം കൂടി അവരിവിടെ ഇതിനെതിരെയുള്ള പ്രതിഷേധം നടത്തി അവരൊരു വാർത്താക്കുറിപ്പ് ഇറക്കി നമ്മളെല്ലാവരും കാണാനിടയായി. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് MR അഭിപ്രസാദ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് മുൻ വാർഡ് മെമ്പർ TK ജിനേഷ്, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷെർലി ജോയ്, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല ജോസ്, മാള ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജിയോ കുടിയൻ,
അജി കാവനാട്, ഷിൻഡോ എടാട്ടുകാരൻ, ഷൈനി റാഫേൽ, ജോർജ്, സോണി ഫ്രാൻസിസ്, ജെയ്സൺ, ജോയ് CD, ബിനോയ് തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ ടൈം, മാള. പുനർനിർമ്മാണം നടത്തി 1.5 ആഴ്ച തികയും മുൻപേ PWD റോഡ് തകർന്നതിൽ കോൺഗ്രസ് പ്രതിഷേധിച്ചു. കോണത്തുകുന്ന് പൈങ്ങോട് പനച്ചിക്കൽച്ചിറ റോഡാണ് പുനർനിർമ്മാണം നടത്തി 1.5 ആഴ്ച തികയും മുൻപേ തകർന്ന് കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത്. ബസ് സർവീസ് അടക്കമുള്ള വാഹനങ്ങൾക്ക് ഈ റോഡിലൂടെയുള്ള യാത്ര ദുസ്സഹമായിരിക്കുകയാണ്. നാളുകളായി തകർന്നു കിടന്നിരുന്ന കോണത്തുകുന്ന് പൈങ്ങോട് പനച്ചിക്കൽച്ചിറ റോഡ് മെയ് അവസാനമാണ് പുനർനിർമ്മാണം നടത്തിയത്. പുനർനിർമ്മാണം നടത്തി 1.5 ആഴ്ച തികയും മുൻപേ തകർന്ന കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ്. ആദ്യ മഴ പെയ്തതിനു ശേഷം തന്നെ റോഡിൽ കുഴികൾ രൂപപ്പെട്ടു തുടങ്ങി. ബസ് സർവീസ് അടക്കമുള്ള വാഹനങ്ങൾക്ക് ഈ റോഡിലൂടെയുള്ള യാത്ര ദുസ്സഹമായിരിക്കുകയാണ്. റോഡിൽ മെറ്റലുകൾ ചിതറിക്കിടക്കുന്നത് ഇരുചക്ര യാത്രികർക്ക് ഭീഷണിയായിരിക്കുകയാണ്. റോഡ് തകർന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ധർണ നടത്തി. വെള്ളാങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് A.A. മുസമ്മിൽ ധർണ ഉദ്ഘാടനം ചെയ്തു. കരാറുകാരെ മാത്രം സംരക്ഷിക്കുന്ന ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ PWD റോഡാണ്. കരാറുകാർക്ക് കോടികൾ നൽകിക്കൊണ്ട് പണിത ഒരു റോഡിൻ്റെ വക്കിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്കറിയാം, കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാത എങ്ങനെയാണോ 4 വർഷമായി കെടുകാര്യസ്ഥതയിൽ മുന്നോട്ട് പോകുന്നത്, അതിന് സമാനമായ രീതിയിൽ എല്ലാ ബ്രാഞ്ച് റോഡുകളും എല്ലാ PWD റോഡുകളും നിർമ്മാണത്തിൻ്റെ അപാകത മൂലം, അത് കുറ്റമറ്റ രീതിയിൽ നിർമ്മിക്കാത്തത് മൂലം ജനങ്ങളുടെ ജീവന് പോലും ഭീഷണിയാവുന്ന രീതിയിലേക്ക് റോഡ് നിർമ്മാണം പുരോഗമിച്ച് റീൽസ് എടുത്ത് മരുമോൻ്റെ റീൽസ് മാത്രമായി ഒതുങ്ങുന്ന ഒരു കെടുകാര്യസ്ഥതയും. കോൺഗ്രസ് കൊടുങ്ങല്ലൂർ ബ്ലോക്ക് സെക്രട്ടറി പ്രശോഭ് അശോകൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മഹേഷ് ആലിങ്ങൽ, പഞ്ചായത്ത് മെമ്പർ K. കൃഷ്ണകുമാർ, E.K. ജോബി, അസീറ മുത്തലീബ്, വേലുക്കുട്ടൻ, സുഗതൻ, ജിജോ എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം, വെള്ളാങ്ങല്ലൂർ. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം മൂലം കുടുംബം മണ്ണിടിച്ചിൽ ഭീതിയിൽ. വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തിലെ കാരുമാത്ര കടലായിൽ ഷൈമ ഇസ്മായിൽ കോഴിക്കാട്ടിലിന്റെ വീടാണ് മണ്ണിടിച്ചിൽ ഭീതിയിൽ കഴിയുന്നത്. അടിയന്തര പ്രാധാന്യത്തോടെ ഇടപെടണമെന്ന് ഡിസ്ട്രിക്ട് കളക്ടർ പഞ്ചായത്ത് അധികാരികൾക്ക് നിർദ്ദേശം നൽകിയെങ്കിലും കളക്ടറുടെ നിർദ്ദേശം അവഗണിക്കപ്പെടുകയായിരുന്നു. കടലായി കാരുമാത്ര റോഡിന്റെ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി റോഡിന്റെ സൈഡിൽ മഴവെള്ളം ഒലിച്ചു പോകുന്നതിന് വേണ്ടി നിർമ്മിച്ചിരുന്ന കോൺക്രീറ്റ് നടപ്പാത പൊളിച്ചു നീക്കിയതാണ് വെള്ളക്കെട്ടിന് കാരണമായത്. ഗ്രാമപഞ്ചായത്ത് അധികാരികൾക്ക് പരാതി നൽകിയെങ്കിലും പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കാതിരുന്നതിനെ തുടർന്ന് ജില്ലാ കളക്ടറെ സമീപിക്കുകയും അടിയന്തര പ്രാധാന്യത്തോടെ ഇടപെടണമെന്ന് ഡിസ്ട്രിക്ട് കളക്ടർ പഞ്ചായത്ത് അധികാരികൾക്ക് നിർദ്ദേശം നൽകിയെങ്കിലും കളക്ടറുടെ നിർദ്ദേശവും അവഗണിക്കുകയായിരുന്നു. കാലവർഷം ശക്തിപ്പെട്ടാൽ വെള്ളക്കെട്ട് മൂലം വീടിനോട് ചേർന്ന് നിൽക്കുന്ന പ്രൊട്ടക്ഷൻ വാൾ തകരുകയും ഇതുവഴി നാശനഷ്ടങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് പ്രദേശം. ജില്ലാ കളക്ടറുടെ നിർദ്ദേശം പാലിച്ച് അടിയന്തര ഇടപെടൽ നടത്തി മണ്ണിടിച്ചിൽ ഭീഷണിയിൽ നിന്ന് കുടുംബത്തെ രക്ഷിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കളായ സാബു കണ്ടത്തിൽ, A. ചന്ദ്രൻ, ലബീബ് കരിപ്പാക്കുളം എന്നിവർ അധികാരികളോട് ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, വെള്ളാങ്ങല്ലൂർ. രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്നു. രാജ്യത്തെ ആകെ സജീവ കോവിഡ് കേസുകളുടെ എണ്ണം 5000 കടന്നു. 5364 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. കേരളത്തിൽ 1679 സജീവ കേസുകളാണുള്ളത്. 24 മണിക്കൂറിനുള്ളിൽ 192 കോവിഡ് കേസുകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. രാജ്യത്ത് കോവിഡ് ബാധിച്ച് കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 4 പേർ മരിച്ചു. ഇതിൽ 2 എണ്ണം കേരളത്തിലാണ്. 74 വയസ്സുള്ള സ്ത്രീയും 79 വയസ്സുള്ള പുരുഷനുമാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. കർണാടകയിലും പഞ്ചാബിലും ഓരോ മരണം വീതവും റിപ്പോർട്ട് ചെയ്തു. ഒറ്റ ദിവസം കൊണ്ട് കൂടുതൽ കേസുകളുടെ വർധനവുണ്ടായത് കേരളത്തിലും ഗുജറാത്തിലുമാണെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ കണക്ക്. ഗുജറാത്തിൽ 615 സജീവ കേസുകളും പശ്ചിമ ബംഗാളിൽ 596 കേസുകളും ഡൽഹിയിൽ 562 കേസുകളുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ന് കോവിഡ് ബാധിച്ച് മരിച്ച 4 പേരും പ്രായം ചെന്നവരാണെന്നും പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, ന്യൂമോണിയ തുടങ്ങിയ രോഗങ്ങളുള്ളവരാണെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. കോവിഡ് ബാധയിൽ നിന്നും ഇതുവരെ 4724 പേരാണ് രോഗമുക്തരായത്. ജനുവരി മുതലുള്ള കണക്കുകൾ പ്രകാരം ആകെ മരണം 55ആയി ഉയർന്നു. രാജ്യത്തെ കോവിഡ് വ്യാപന സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. വ്യാപനം രൂക്ഷമായതോടെ സംസ്ഥാനങ്ങളോട് അതീവ ജാഗ്രത പുലർത്താനും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. ഇനി മറ്റു വാർത്തകൾ.
തൃശൂർ അരിമ്പൂരിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസിന്റെ മുൻവശത്തെ ചില്ല് തകർന്ന് ഒരു കുട്ടിയടക്കം 5 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ഒളരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് സാരമുള്ളതല്ല. തൃശൂരിൽ നിന്ന് തൃപ്രയാറിലേക്ക് യാത്രക്കാരുമായി വന്ന ശ്രീറാം എന്ന ബസിന്റെ ചില്ലാണ് തകർന്നത്. റോഡിലെ കുഴിയിൽ വീണപ്പോഴാണ് ചില്ല് പൊട്ടിയെന്നാണ് നിഗമനം. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഭാ തർക്കവുമായി ബന്ധപ്പെട്ട വാർത്താ റിപ്പോർട്ടിങ്ങിനിടയിൽ മാധ്യമപ്രവർത്തകന് മർദ്ദനം. ന്യൂസ് മലയാളം റിപ്പോർട്ടർ അനിൽ ജോർജിനെയാണ് സിനഡ് അനുകൂലികൾ മർദ്ദിച്ചത്. സഭാ ആസ്ഥാനമായ എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയിൽ വെച്ചായിരുന്നു സംഭവം. മാധ്യമപ്രവർത്തകനെ മർദ്ദിക്കുകയും തൊഴിൽ തടസ്സപ്പെടുത്തുകയും ചെയ്തതിൽ കേരള പത്രപ്രവർത്തക യൂണിയൻ എറണാകുളം ജില്ലാ കമ്മിറ്റി പ്രതിഷേധം രേഖപ്പെടുത്തി. മഹാത്മാഗാന്ധി സർവകലാശാല BA ഇക്കണോമിക്സ് പരീക്ഷയിൽ ഇരട്ടകളായ വൈശാഖ് മേനോൻ 3ാം റാങ്കും വൈഷ്ണവ് മേനോൻ 4ാം റാങ്കും നേടി. നടനും ഗായകനുമായ വെള്ളാങ്കല്ലൂർ ഉണ്ണിപ്പറമ്പത്ത് ഹരിദാസിന്റെയും മിനിയുടെയും മക്കളാണ് ഇരുവരും. എറണാകുളം ചിന്മയ കോളേജിലെ വിദ്യാർത്ഥികളായ വൈശാഖ് കീബോർഡ് ആർട്ടിസ്റ്റും വൈഷ്ണവ് ഡ്രമ്മറുമാണ്. മീഡിയ ടൈം വാർത്ത ഫലം കണ്ടു. അപകട ഭീഷണിയായി റോഡിലേക്ക് ചക്കകൾ വീഴുന്നതിന് പരിഹാരമായി. റോഡിലേക്ക് ചാഞ്ഞു നിന്നിരുന്ന പ്ലാവിന്റെ കൊമ്പുകൾ വെട്ടിമാറ്റി. മാള വടമ പട്ടാളപ്പടിക്ക് സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ പ്ലാവിന്റെ കൊമ്പുകൾ റോഡിലേക്ക് ചാഞ്ഞാണ് നിന്നിരുന്നത്. ഇതിലെ ചക്കകൾ പഴുത്ത് പൊതുമരാമത്ത് റോഡിലേക്ക് വീഴുന്ന അവസ്ഥയായിരുന്നു. നിരവധി വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡിലൂടെ യാത്ര ചെയ്യുന്നവരുടെ സുരക്ഷ ഒരുക്കണമെന്ന് വാർത്ത മീഡിയ ടൈം നൽകിയിരുന്നു. ഇന്ന് രാവിലെയാണ് സ്വകാര്യ വ്യക്തി തന്റെ പറമ്പിലെ അപകട ഭീഷണിയായി നിന്നിരുന്ന പ്ലാവിൻ കൊമ്പുകൾ മുറിച്ചു മാറ്റിയത്. ആനാപ്പുഴ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ സമർപ്പണ ചടങ്ങ് നടന്നു. ശ്രീകോവിലിന്റെ സോപാനം, കട്ട്ല എന്നിവയും ശ്രീകോവിലിന് ചുറ്റുമുള്ള സപ്തമാതൃകകൾ, അഷ്ടദിക്ക് പാലകർ, നിർമാല്യാധാരി, ചെറിയ ബലിക്കല്ലുകൾ, പൂമുഖത്തെ വലിയ ബലിക്കല്ല് എന്നിവ പിച്ചള പൊതിഞ്ഞതിന്റെയും സമർപ്പണമാണ് നടന്നത്. ക്ഷേത്രം തന്ത്രി ഒറവങ്കര നാരായണൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി യയാതി ശാന്തി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി പൂർണ്ണാമൃതാനന്ദപുരി സമർപ്പണ ചടങ്ങ് നിർവഹിച്ചു. മയക്കുമരുന്നിനെതിരെ ജൂൺ 10 പറവൂരിൽ 15 കേന്ദ്രങ്ങളിൽ 10,000 അണിനിരത്തി മനുഷ്യക്കോട്ട തീർക്കുമെന്ന് CPM ഏരിയ സെക്രട്ടറി TV നിതിൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജൂൺ 10 വൈകിട്ട് 5 മന്നം മുതൽ വഴിക്കുളങ്ങര വരെ 15 കേന്ദ്രങ്ങളിൽ നടക്കുന്ന മനുഷ്യക്കോട്ടയിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഭാഗമാകും. 5 കേന്ദ്രങ്ങളിൽ പൊതുസമ്മേളനം നടക്കും. പറവൂർ നഗരത്തിൽ നടക്കുന്ന പൊതുസമ്മേളനം മുൻ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യും. വാർഡ് തല ജാഗ്രതാ സമിതികൾ രൂപീകരിച്ചും പോലീസ് എക്സൈസ് സേനയുമായി സഹകരിച്ച് ജനകീയ ബ്രിഗേഡ് രൂപീകരിച്ചും സ്കൂൾ കോളേജ് തലത്തിൽ ജാഗ്രതാ സമിതികൾ സംഘടിപ്പിച്ചും തുടർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് നിതിൻ വ്യക്തമാക്കി. ഡോക്ടർ KV കുഞ്ഞികൃഷ്ണൻ, TS രാജൻ, L ആദർശ്, KS സനീഷ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ചാലക്കുടി യൂണിറ്റ് സമ്മേളനം നടന്നു. നഗരസഭ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് N കുമാരൻ അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷൻ KV പോൾ, K രാജേഷ്, അമ്പാടി ഉണ്ണികൃഷ്ണൻ, TD കണ്ണൻ, സോജൻ പാരഡൈസ് എന്നിവരും സംസാരിച്ചു. SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ യോഗത്തിൽ ആദരിച്ചു. പൊയ്യ മണലിക്കാട് അംഗൻവാടിയിൽ പ്രവേശനോത്സവം സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് യാത്രയയപ്പും സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ ഉദ്ഘാടനം നിർവഹിച്ചു. വേലായുധൻ KM ജോർജ് പാലക്കപ്പറമ്പിൽ, വക്കച്ചൻ കുരിശിങ്കിൽ, അംഗൻവാടി ജീവനക്കാരിയായ പത്മിനി, ബിന്ദു, കമ്മിറ്റി അംഗങ്ങൾ, കുട്ടികൾ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പടിയൂരിൽ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട അമ്മയുടെയും മകളുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു. ഇരുവരെയും കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയെന്ന് റിപ്പോർട്ട്. മാള പട്ടാളപ്പടി കൂനമ്പറമ്പ് റോഡ് തകർച്ചയിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്. മാള യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഭിപ്രസാദിന്റെ നേതൃത്വത്തിൽ നിൽപ്പ് സമരം. രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്നു. രാജ്യത്തെ ആകെ സജീവ കോവിഡ് കേസുകളുടെ എണ്ണം 5000 കടന്നു. കേരളത്തിൽ 1679 സജീവ കേസുകൾ. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.